കോപത്തിൻ്റെ മറവിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു ആകർഷണം, തള്ളിപ്പറയാൻ ശ്രമിച്ചാലും കൂടുതൽ അടുക്കുന്നൊരു ബന്ധം, ഒരു സ്പർശനം, ഒരു ശ്വാസം, ഒരു നിമിഷം മതി എല്ലാം മാറാൻ. ഇത് വെറും ഏറ്റുമുട്ടലല്ല, മനസ്സറിയാതെ തുടങ്ങുന്ന ഒരു പ്രണയത്തിൻ്റെ തുടക്കമാണ്. വെൽക്കം ടു അവർ സ്റ്റോറി, ഇരുട്ടിൻ്റെ പ്രണയം, എപ്പിസോഡ് 5. പുറത്ത് കാറ്റ് ശക്തമായി വീശുന്നു, അകത്ത് നിശബ്ദത. പക്ഷേ ആ നിശബ്ദതയ്ക്കുള്ളിൽ ഒരു പൊട്ടിത്തെറിക്ക് മുൻപുള്ള ഭാരമുണ്ടായിരുന്നു. വിഹാൻ തൻ്റെ മുറിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ അഥർവിൻ്റെ നോട്ടം, അവൻ്റെ വാക്കുകൾ, അവയെല്ലാം ഒരേ ചക്രത്തിൽ തിരിഞ്ഞുകൊണ്ടിരുന്നു. വാതിൽ തുറന്ന് അഥർവ് അകത്തേക്ക് കടന്നു വന്നു. "നീ എന്താണ് ചെയ്യുന്നത്?" അവൻ്റെ ശബ്ദം പതിവിനേക്കാൾ കഠിനം. വിഹാൻ തിരിഞ്ഞു നോക്കി. "ഒന്നുമില്ല, ഡോണ്ട് ലൈ വിഹാൻ," അഥർവ് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ കോപം, പക്ഷേ അതിനകത്ത് മറ്റെന്തോ ഉള്ളതുപോലെ. "നീ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നു," അവൻ പറഞ്ഞു. വിഹാൻ ചിരിച്ചു. "നിങ്ങൾ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്." അഥർവ് വേഗത്തിൽ മുന്നോട്ട് വന്നു. വിഹാനെ മതിലിലേക്ക് ചേർത്തു. ഈ തവണ പിടി കൂടുതൽ കഠിനമായി. അവരുടെ ഇടയിൽ ഒരു ഇഞ്ച് പോലും ദൂരമില്ല. "മതി, നീ നിർത്തിക്കോ," അഥർവ് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. വിഹാൻ പിന്മാറിയില്ല. "എന്താണ് നിർത്തേണ്ടത്?" അവൻ ചോദിച്ചു. "നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലേ?" അഥർവിൻ്റെ കൈ വിഹാൻ്റെ കഴുത്തിനെതിരിൽ ചുറ്റി. പക്ഷേ അത് വേദനിപ്പിക്കാനല്ല, നിർത്താൻ, പിടിച്ചു നിർത്താൻ. അവൻ വിഹാൻ്റെ മുഖത്തേക്ക് നോക്കി. അത്ര അടുത്ത്. അവൻ്റെ ശ്വാസം പോലും കഠിനമായി. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ താഴേക്ക് നീങ്ങി. ഈ തവണ അവൻ മാറിയില്ല. അവൻ വിഹാൻ്റെ മുഖം പിടിച്ച് അവനെ അടുത്തേക്ക് വലിച്ചു. അവരുടെ അധരങ്ങൾ ഒരൊറ്റ ശ്വാസത്തിൻ്റെ ദൂരത്തിൽ. "സ്റ്റോപ്പ് ദിസ്," അഥർവ് സ്വയം പറഞ്ഞു. പക്ഷേ അവന് നിർത്താൻ കഴിയുന്നില്ല. ആ നിമിഷം വിഹാൻ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ പേടിയില്ലായിരുന്നു. "നിങ്ങൾക്ക് കഴിയില്ല," അവൻ മന്ദമായി പറഞ്ഞു. "അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയില്ല. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്." ആ വാക്കുകൾ ഒരടി പോലെയായിരുന്നു. അഥർവ് പെട്ടെന്ന് അവനെ വിട്ട് പിന്നോട്ട് നീങ്ങി. "ഷട്ട് അപ്പ്," അവൻ തിരിഞ്ഞു കൈകൾ മുറുക്കി. "എനിക്ക് എന്ത് വേണമെന്ന് എനിക്ക് നന്നായി അറിയാം," അവൻ പറഞ്ഞു. "ഇല്ല," വിഹാൻ ശാന്തമായി പറഞ്ഞു. അവൻ മുന്നോട്ട് വന്നു. "നിങ്ങൾക്ക് വേണ്ടത് കൺട്രോളാണ്. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത്." ഒരു നിമിഷം അവിടെ നിശബ്ദത നിറഞ്ഞു. അഥർവ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ തവണ വിഹാൻ പിന്മാറിയില്ല. "നിങ്ങൾക്ക് തോന്നുന്നില്ലേ?" അവൻ മന്ദമായി ചോദിച്ചു. "ഇതെല്ലാം മാറിപ്പോയി എന്ന്?" അഥർവിൻ്റെ ശബ്ദം തളർന്നു. "എനിക്കിത് വേണ്ടിയിരുന്നില്ല," അവൻ പറഞ്ഞു. അഥർവ് തിരിഞ്ഞു നോക്കി. വിഹാൻ്റെ കണ്ണുകൾ ഇപ്പോൾ തകർന്നുപോയി. അവൻ വേദനയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "എനിക്കൊരു ചാൻസ് മാത്രമാണ് വേണ്ടിയിരുന്നത്, എൻ്റെ ജീവിതം ശരിയാക്കാൻ. പക്ഷേ എവിടെയൊക്കെ ഞാൻ പോയാലും അവസാനം ഞാനൊരു മിസ്റ്റേക്ക് ആകുന്നു." ആ വാക്കുകൾ റൂം നിശബ്ദമാക്കി. അഥർവ് അവനെ നോക്കി നിന്നു. ഈ തവണ കോപമല്ല. "വിഹാൻ," അവൻ മന്ദമായി വിളിച്ചു. വിഹാൻ തല കുനിച്ചു. "നിങ്ങൾക്ക് മനസ്സിലാവില്ല," അവൻ പറഞ്ഞു. "ഒരാൾ ഒരിക്കലും വേണ്ടാത്തൊരാളാണ് ജീവിക്കുന്നത്." അവൻ്റെ ശബ്ദം മുറിഞ്ഞു. ആ നിമിഷം അഥർവ് മുന്നോട്ട് വന്നു. അവൻ വിഹാൻ്റെ കൈ പിടിച്ചു. ഈ തവണ അത് കഠിനമായ പിടിയല്ല, തടയാനല്ല, പിടിച്ചു നിർത്താൻ. "നീ ഒരു മിസ്റ്റേക്ക് അല്ല," അവൻ പറഞ്ഞു. വിഹാൻ നോക്കി. അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവിടെ അലക്സ് വാതിൽ പെട്ടെന്ന് തുറന്ന് അകത്തേക്ക് കടന്നു. "ബോസ്," അവൻ്റെ കണ്ണുകൾ അവരെ രണ്ടുപേരെയും കണ്ടു. ഒരു നിമിഷം കൊണ്ട് അവൻ എല്ലാം മനസ്സിലാക്കി. "ഇത് നിർത്തണം," അവൻ കടുപ്പത്തോടെ പറഞ്ഞു. അഥർവ് മിണ്ടാതെ നിന്നു. "ഇത് ശരിയല്ല," അലക്സ് പറഞ്ഞു. "ഇത് നിങ്ങളെ നശിപ്പിക്കും." വിഹാൻ പിന്മാറി. അഥർവ് അലക്സിനെ നോക്കി. "ഗെറ്റ് ഔട്ട്." "ബോസ്." "ഗെറ്റ് ഔട്ട്." അലക്സ് നിശബ്ദമായി നിന്നു. പിന്നെ അവൻ തിരിഞ്ഞു പുറത്തേക്ക് പോയി. മുറിയിൽ വീണ്ടും നിശബ്ദത. പക്ഷേ ഇത് പഴയ നിശബ്ദതയല്ല. മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. ലൈറ്റ് ഓഫാക്കി വിഹാൻ മുറിയുടെ കോണിലിരുന്നു. കൂട്ടിന് പുറത്തുനിന്ന് വരുന്ന മഴയുടെ വെളിച്ചം മാത്രം. അവൻ ഒറ്റയ്ക്കായിരുന്നില്ല. വാതിൽ പതുക്കെ തുറന്ന് അഥർവ് അകത്തേക്ക് വന്നു. "നീ ഇതുവരെ ഉറങ്ങിയില്ലേ?" അവൻ്റെ ശബ്ദം ഈ തവണ കഠിനമല്ലായിരുന്നു. വിഹാൻ മറുപടി പറഞ്ഞില്ല. അഥർവ് അകത്ത് കയറി വാതിലടച്ചു. "വിഹാൻ." ആ ശബ്ദം കേട്ടപ്പോൾ വിഹാൻ തല ഉയർത്തി. അവൻ്റെ കണ്ണുകൾ അവയിൽ ഒളിഞ്ഞിരിക്കുന്നത് വേദന. "നീ എന്തോ മറക്കാൻ ശ്രമിക്കുന്നു. അത് നിന്നെ വിടുന്നില്ല," അഥർവ് പറഞ്ഞു. ഒരു നിമിഷം വിഹാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ അവൻ ചിരിച്ചു. "നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മറക്കാൻ ശ്രമിക്കുന്നുവെന്ന്?" അവൻ പതുക്കെ എഴുന്നേറ്റു. "ഞാൻ മറക്കാൻ ശ്രമിച്ചില്ല," അവൻ പറഞ്ഞു. "ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു." അഥർവ് മിണ്ടാതെ നിന്നു. "എൻ്റെ ജീവിതം," വിഹാൻ പറയുവാൻ തുടങ്ങി, "ഞാൻ ആരാണെന്ന് പോലും എനിക്കറിയാത്തൊരാളായിരുന്നു." അവൻ്റെ ശബ്ദം തളർന്നു. "ദേവരാജ്, അയാൾ എന്നെ തൻ്റെ മകനായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു." ഒരു നിമിഷം അവൻ കണ്ണുകളടച്ചു. "പക്ഷേ വീട്ടിൽ," അവൻ മന്ദമായി പറഞ്ഞു, "ഞാൻ ഒരിക്കലും അയാളുടെ മകനായിരുന്നില്ല." അഥർവിൻ്റെ കണ്ണുകൾ മാറി. എന്ത് തെറ്റ് ചെയ്താലും അയാൾ എപ്പോഴും ഒരേ വാക്ക് പറയുമായിരുന്നു. വിഹാൻ്റെ ശബ്ദം ഒന്ന് വിറച്ചു. "നീ എൻ്റെ രക്തമല്ല." മഴയുടെ ശബ്ദം ശക്തമായി. "ഒരു ദിവസം," വിഹാൻ തുടർന്നു, "അയാളുടെ ഒരു വലിയ ഡീൽ ഞാൻ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു." അവൻ ചിരിച്ചു. വേദന നിറഞ്ഞൊരു ചിരി. "ഞാൻ അത് നഷ്ടപ്പെടുത്തി. ഒരു നിമിഷം അതൊരു ബിസിനസ് ലോസായി മാറി," അവൻ പറഞ്ഞു. "പക്ഷേ അയാൾക്ക് അതൊരു കാരണമായിരുന്നു." അവൻ നേരെ അഥർവിനെ നോക്കി. "എന്നെ തകർക്കാൻ." അഥർവ് ശ്വാസം പിടിച്ചു. "അയാൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ അപമാനിച്ചു," വിഹാൻ പറഞ്ഞു. "എന്നെ തള്ളിയിട്ടു. നീ ഒന്നുമല്ല എന്ന് പറഞ്ഞു." അവൻ്റെ കണ്ണുകളിൽ കണ്ണീർ തിളങ്ങി. "ആ ദിവസമാണ്," അവൻ മന്ദമായി പറഞ്ഞു, "ഞാൻ തീരുമാനിച്ചത് എനിക്ക് കഴിയുമെന്ന് തെളിയിക്കണമെന്ന്." അവൻ ഒരുപടി മുന്നോട്ട് വന്നു. "അതിനാലാണ് ഞാൻ ഇവിടെ വന്നത്." മുറിയിൽ നിശബ്ദത. അഥർവ് അവനെ നോക്കി നിന്നു. ഇപ്പോൾ അവനൊരു തടവുകാരനെ കണ്ടില്ല, ഒരു തകർന്ന മനുഷ്യനെ കണ്ടു.
അവൻ പതുക്കെ അടുത്തേക്ക് നടന്നു. നിനക്കിത് ഒറ്റയ്ക്ക് സഹിക്കേണ്ടതില്ല, അവൻ മന്ദമായി പറഞ്ഞു. വിഹാൻ അത്ഭുതത്തോടെ നോക്കി. നിങ്ങൾക്കിതിലെന്താണ്? അവൻ ചോദിച്ചു. അഥർവ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ അവൻ കൈ നീട്ടി വിഹാന്റെ കവിളിൽ വീണിരുന്ന കണ്ണീർ തട്ടി തുടച്ചു. എനിക്ക് തന്നെ അറിയില്ല, അവൻ പറഞ്ഞു. ആ സ്പർശനം വിഹാനെ നിശ്ചലമാക്കി. അവരുടെ കണ്ണുകൾ വീണ്ടും ഒരുമിച്ചു. ഈ തവണ അതൊരു പോരാട്ടമല്ലായിരുന്നു, അത് ഒരു തിരിച്ചറിവായിരുന്നു. ആ രാത്രി വിഹാൻ ആദ്യമായി തൻ്റെ വേദന പങ്കുവച്ചു. അഥർവിന് ആദ്യമായി ഒരാളെ വേദനയിൽ നിന്ന് രക്ഷിക്കണമെന്ന് തോന്നി. ഇത് ഇനിയൊരു ഗെയിമല്ല, ഇത് രണ്ട് ഹൃദയങ്ങൾ തമ്മിലെടുക്കുന്ന ഒരു അപകടകരമായ യാത്ര.